ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കാലത്തെയുള്ള ഒരുവിധം പണികളൊക്കെ നേരത്തെ കഴിഞ്ഞു. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ ഒതുക്കി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ്. കുറച്ച് കൂർക്ക ഇരിപ്പുണ്ടായിരുന്നേ, അതൊന്ന് മെഴുക്ക് പുരട്ടാനായിട്ട് പോവുകയാണ്. അപ്പോൾ കൂർക്ക ഒരുപാട് ഇഷ്ടമുള്ള കറിയാണെങ്കിലും അതൊന്ന് ഒരുക്കി എടുക്കാൻ ഭയങ്കര താമസമാണ്. അപ്പോൾ കൂർക്കയുടെ തൊലി കളയാനായിട്ട് ഇങ്ങനെ തുണിക്കകത്ത് കെട്ടിയിട്ട് കല്ലിലൊക്കെ ഇട്ട് ഉരച്ചൊക്കെ എടുക്കാറുണ്ട്. അപ്പം ഞാനത് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് അങ്ങനെ. എങ്കിലും അതെടുത്ത് കഴിയുമ്പോൾ പിന്നെ അതിൽ തൊലി ഇരിക്കാറുണ്ട്. പിന്നെ എനിക്ക് ചിരണ്ടണം. അപ്പോൾ പിന്നെ എനിക്ക് എളുപ്പം ഇത് തന്നെയാണ്. ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടേച്ചും പിന്നെ പെട്ടെന്ന് ചിരണ്ടി അങ്ങ് എടുക്കും. എനിക്കതാണ് എളുപ്പം. എന്തായാലും കൂർക്ക ഉച്ചക്കത്തെ ഊണിന് വേണ്ടിയിട്ടാണ് കൂർക്ക ചിരണ്ടാൻ എടുത്തത്. പക്ഷേ അത് പല പ്രാവശ്യമായിട്ടാണ് ചെയ്ത് തീർത്തത്. അതെനിക്ക് പല ജോലികൾക്ക് പോയി കേട്ടോ. ഇന്ന് പതിവുള്ള പാൽച്ചായ രാവിലെ കുടിച്ചില്ല. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഉന്മേഷക്കുറവ് തോന്നി. അപ്പം മകനെ പറഞ്ഞ് പാല് മേടിക്കാനായിട്ട് വിട്ടിട്ടുണ്ടേ. ഇന്നതാ ഒരു മൂടി കെട്ടിയ ഒരു കാലാവസ്ഥയാണ്. ഒട്ടും വെയിലില്ലാത്തൊരു കാലാവസ്ഥ. അപ്പം മഞ്ഞുകാലം തുടങ്ങിയാലോ, മഞ്ഞുകാലം തുടങ്ങുമ്പോൾ ഇങ്ങനെയൊരു കാലാവസ്ഥയാണല്ലേ. മൂടി കെട്ടിയാണ് നിൽക്കാറ്. മഴയില്ല വെയിലും ഇല്ലാത്ത ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. പിന്നെ കൂർക്കയൊക്കെ എല്ലാവർക്കും എങ്ങനെ വെക്കുന്ന ഇഷ്ടം. അപ്പോൾ എങ്ങനെ വറുത്തരച്ച് ചാറ് വെച്ചാലും മെഴുക്കുവരട്ടി വെച്ചാലും തോരൻ വെച്ചാലും ഒക്കെ കൂർക്ക ഭയങ്കര ടേസ്റ്റാണല്ലേ. ഇന്നിപ്പോൾ ഒരല്പം ഉള്ളിയും മുളകും കൂടെ ചതച്ചിട്ടേച്ച് അങ്ങനെ വെക്കാനാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ വെക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെ മുളക് ഉള്ളി ഇടിച്ചിട്ട് വെക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കാലത്തെ ഇന്ന് കാപ്പിക്ക് പുട്ടായിരുന്നു. പുട്ടും കോഴിക്കറിയായിരുന്നു. പിന്നെ രാവിലെ അച്ഛനും മോളും പോയപ്പോൾ പൊതിച്ചോറ് കൊടുത്തു വിട്ടു. അപ്പോൾ അവർക്ക് ചാള ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, മുളകൊക്കെ തിരുമ്മി വെച്ചത്. അപ്പോൾ ചാള വറുത്ത് കൊടുത്തു. പിന്നെ ഒരു തോരനും വെച്ച് കൊടുത്താണ് വിട്ടത്. അപ്പോൾ പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കറിയാണ് വയ്ക്കുന്നത്. പിന്നെ വൈകുന്നേരം കൂട്ടാലോ. അപ്പോൾ നമുക്കിങ്ങനെ ചാറുകറിയൊന്നും വലിയ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. മീനൊക്കെ ഉണ്ടെങ്കിൽ തോരനോ മെഴുക്ക് പുരട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പിന്നെ ചാറെന്ന് പറയുമ്പോൾ മോര് കാച്ചിയിരിക്കുമോ, അപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ അതോടെ കൂട്ടും. പിന്നെ വറുത്തരച്ച കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇരിക്കുമല്ലോ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇതാ പെട്ടെന്ന് ചായ ഇട്ട് കുടിക്കുവാണ്. നല്ല കടുപ്പം വേണം കേട്ടോ ചായക്ക്. ഇവിടെ എല്ലാവർക്കും കടുപ്പം വേണം. അപ്പം ചായ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചായ കുടി ഇങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് ബാക്കി കൂർക്ക ചിരണ്ടാനൊക്കെ ആയിട്ട് പോയത്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 10 മണിക്ക് മുമ്പ് തുടങ്ങിയതാണ് കേട്ടോ കൂർക്കയുടെ പരിപാടി. അപ്പോൾ അതാ ഇപ്പോൾ ഒരു 11 ആയിട്ടുണ്ട്. എന്നിട്ടും അത് തീർന്നിട്ടില്ല. അതിനിടയ്ക്ക് പല പണികൾക്കാണല്ലോ പോയത്. പാത്രമാണെങ്കിൽ എടുക്കുമ്പോൾ സിങ്കിനകത്ത് പാത്രം കൂടുന്നുണ്ട്. അപ്പം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് പാത്രമെല്ലാം കഴുകി വെച്ചില്ലെങ്കിൽ പിന്നെ അതവിടെ കുമിഞ്ഞു കൂടും. അതുകൊണ്ട് അതോടെ ചെയ്താണ് പോകുന്നത്. പിന്നെ ജോലിക്കൊരു താമസം വരുന്നത് എന്നാന്ന് വെച്ചാൽ എന്തെങ്കിലും സാധനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം തുടച്ച് പെറുക്കി എടുത്തിട്ട് തന്നെ വെക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലികളെല്ലാം പിന്നെയും താമസം വരുന്നതിൻ്റെ കാര്യം അതാണ്. അതിനിടയ്ക്ക് ഒരാൾ കാപ്പി കുടിച്ചേ ഉള്ളൂ. 10 മണി കഴിഞ്ഞാൽ ഏറ്റു വന്നത്. പാത്രം കണ്ട വെച്ചിട്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ നൈസായിട്ട് ഒഴിവായി പോകുന്നതാണ് കണ്ടതേ. അപ്പോൾ എനിക്കൊരു മോനും മോളുമാണ് കേട്ടോ. മോനെ മാത്രമേ ഇടയ്ക്ക് കാണിച്ചുള്ളൂ വീഡിയോയ്ക്കകത്ത്. മോള് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കൂർക്ക ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാണ് മുളക് ഉള്ളി ഇട്ട് താളിച്ചെടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പുപൊടിയൊക്കെ ചേർത്തിട്ട് ശകലം വെള്ളം ഒഴിച്ചിട്ട് അടുപ്പയിൽ വയ്ക്കുകയാണ്. അതൊന്ന് വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് അതിന് വെന്തോളും. അധികം വെള്ളം വയ്ക്കണ്ട, കൂർക്ക പെട്ടെന്ന് വേകും. ഉപ്പും കൂടെയൊക്കെ അന്നേരം തന്നെ ഇട്ടാണ് ഞാൻ വെക്കുന്നത്. പിന്നെ അല്പം മുളക് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. ഈ കൂർക്കയ്ക്ക് മാത്രമുള്ളതല്ല, മറ്റുള്ള കറികൾക്കൊക്കെ എടുക്കാം. നമുക്കൊരു ടിന്നിലേക്ക് ഇട്ട് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. കൂർക്ക ഏകദേശം വേകാൻ തുടങ്ങിയിട്ടുണ്ട്. അല്പം വെള്ളം കൂടെ പറ്റാനുണ്ട്. അപ്പം ഞാൻ അതിനിടയ്ക്ക് ഉള്ളിയും കൂടെ പൊടിച്ചെടുത്തിട്ട് ഉള്ളി ഒന്ന് ഇടിച്ചും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉള്ളിയൊക്കെ ഇടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും കൂർക്ക വെള്ളം വറ്റി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങി വെച്ചിട്ട് പിന്നെ ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ട് കടുകൊക്കെ വറുത്തിട്ട് ഉള്ളി മുളകൊക്കെ അതിനകത്ത് ചേർത്തു. ഞാനൊരല്പം പെരിഞ്ജീരകവും കൂടെ അതിനകത്ത് ചേർക്കും. അന്നേരം ഒരു മസാലയുടെ ചുവണ്ടയിലാണ് കൂർക്ക മെഴുക്കുവരട്ടിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത്. ഗരം മസാലയോ പെരിഞ്ജീരകപ്പൊടിയോ എന്തെങ്കിലും ചേർക്കാം. അപ്പം ഞാനിപ്പം പെരിഞ്ജീരകം പൊടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മുളക് ഉള്ളിയൊക്കെ മൂത്ത് വന്ന ശേഷം പെരിഞ്ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ട്
കൂർക്ക വേവിച്ചതും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൂർക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കറി വെച്ച് കൂട്ടാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇതെല്ലാം രാവിലെ തന്നെ തീരുന്ന ജോലികളാണ്. പക്ഷേ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ചെയ്യാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ആ ജോലി അതിനിടയ്ക്ക് പല പണികൾക്ക് പോകുന്നതുകൊണ്ടായിരിക്കും ഉച്ചയാകും എങ്ങനെ വന്നാലും ജോലികളെല്ലാം കഴിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാ കൂർക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വാങ്ങി വെച്ചിട്ട് ബാക്കി സ്റ്റവും കാര്യങ്ങളൊക്കെ തുടച്ചിട്ട് കുറച്ച് പാത്രങ്ങളും കൂടി ഉണ്ടായിരുന്നു കഴുകി വെക്കാനായിട്ട്. അപ്പോൾ കഴുകി വെച്ചിട്ട് പിന്നെ ഞാൻ പോയത് ചെടി നടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അത് നട്ടു കൊടുക്കാതെ വെച്ചിരുന്ന വൈകുന്നേരം ആകുമ്പം ചിലപ്പോൾ ഒരു മടി തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും ഇന്ന് കഴിഞ്ഞപ്പോൾ പിന്നെയും നടാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് അത് ചിലപ്പോൾ വാടിപ്പോകും. അപ്പോൾ പിന്നെ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ഞാനവിടെ ആ തെങ്ങിൻ്റെ ചുവട്ടിലായിട്ട് കുറച്ച് സ്ഥലമുണ്ട്. ഇവിടെ വെയിലേറുള്ള സ്ഥലം നോക്കിയിട്ടാണ് നടാൻ പോകുന്നത്. അപ്പോൾ അവിടെ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും തെങ്ങിൻ്റെ ഓല വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകും. അപ്പോൾ നമുക്ക് വലിയ നഷ്ടം വരാത്ത രീതിയിലുള്ള ചെടികളൊക്കെയാണ് നടുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ചെടിയുടെ കമ്പ് കഴിഞ്ഞ ദിവസം മുറിഞ്ഞു പോയായിരുന്നു. അപ്പോൾ അത് ഒരു വലിയ കമ്പായിരുന്നു. ഞാനത് വാക്കത്തേക്ക് വെട്ടിയപ്പോഴത്തേക്കും ഒരു 5-6 കുഴികളിലായിട്ട് നടാൻ വേണ്ടിയിട്ടുള്ള ചെടി എനിക്ക് കിട്ടി. പിന്നെ അവിടെ ഒരു പറമ്പിൽ നിന്ന് പറിച്ചതാണ് കേട്ടോ. ഒരു നീല കനകാമ്പരം കണ്ടിട്ട് പറിച്ചതാണ്. അപ്പം നമുക്ക് പൂച്ചെടികളൊക്കെ കുറവായിരുന്നേ, കൂടുതൽ ഇലച്ചെടികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ നീലക്കനകാമ്പരം കണ്ടപ്പോൾ പറിച്ചത്. അത് ആ സൈഡിൽ നടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തുമ്പാക്കി ഒരു കുഴി എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ 2 വയലറ്റ് പൂവുണ്ടാകുന്ന കൂട്ട് ബോൾസും ചെടി. അപ്പോൾ നമ്മുടെ അടുത്ത് ചൈനീസ് ബോൾസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. സാധാരണയുള്ള ബോൾസും കുറവാണ്. ഇപ്പോൾ ചുമന്ന ബോൾസും എനിക്ക് തൈയൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അതൊക്കെ ഇനി സൂര്യപ്രകാശം ഉള്ളിടത്തേക്ക് നോക്കി നട്ട് വയ്ക്കണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചെടി. അതൊരു 5-6 എണ്ണമായിട്ട് ഞാൻ മുറിച്ചെടുത്തു. ഒരെണ്ണം ഞാനത് ഒരു പെയിൻറ്റ് ബോക്സാണ്, അത് അവിടെ വെറുതെ ഇരുന്നതാണ്. അപ്പോൾ അതിനകത്തേക്ക് ഒരെണ്ണം നട്ടിട്ട് ബാക്കിയെല്ലാം ആ സൈഡിൽ കൂടെ ഇങ്ങനെ വെച്ചു. അത് ഇങ്ങനെ പടർന്നങ്ങ് വന്നു കഴിയുമ്പോൾ നല്ല മനോഹരമായിട്ടിരിക്കും കേട്ടോ. നല്ല ചെടിയാണ് അത്. പിന്നെ നട്ട ചെടിക്കെല്ലാം ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്തായാലും വെയിലില്ലാതെ പോയത് കൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ചെടിയെല്ലാം വാടിപ്പോയേനെ കേട്ടോ. അപ്പോൾ അത് ആ ചെടി നടിയിലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചോറ് കഴിക്കാൻ പോവാം കേട്ടോ. ചോറ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണേ.